ഷിംജിതയുടെ ശരിയായ പണി ഡാൻസ് ബാറിലായിരുന്നു എന്നാണ് ഇന്നലെ ഒരു വ്ലോഗർ പറഞ്ഞത്. അവളുടെ ആ വഴിവിട്ട ജീവിതം കാരണമാണ് അവളുടെ ഭർത്താവ് അവളെ മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കിയത് എന്നാണ് വ്ലോഗർ പറഞ്ഞത്. അൽത്തു വ്ലോഗാണ് പറഞ്ഞത്. ശരി, ഡാൻസ് ബാറിലായിരുന്നു ജോലി. ഗൾഫിലെ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ പോയിട്ട് വരും, അങ്ങനെയാണ് പണം ഉണ്ടാക്കിയിരുന്നത് എന്നാ പറഞ്ഞത്. അപ്പോ സഹോദരൻ ഇപ്പോൾ സഹോദരിയുടെ അമ്മിഞ്ഞയിൽ ദീപക് ഒരച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലായി. ഇപ്പോഴിതാ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. വാർത്ത ഒന്ന് ശ്രദ്ധിച്ചോ. അവർ നടത്തിയ ഒരു പരാതി, ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. അതായത് ഇവള് പലരെയും മുലയുരച്ച് പണം തട്ടിച്ചിട്ടുണ്ട്. മാനാഭിമാനമുള്ള പല ആണുങ്ങളും ഇരുചെവി അറിയാതെ ഇവള് ചോദിക്കുന്ന പണം കൊടുത്ത് തൽക്കാലം അഭിമാനം രക്ഷിക്കാനും ജീവൻ രക്ഷിക്കാനും ശ്രമിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ അവരൊക്കെ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ടാകണം പല നാൾ കള്ളി ഒരിക്കൽ പിടിയിലാകും. അതുകൊണ്ട് എങ്ങനെയും ഇവൾ ഒരു നാൾ പിടിയിലാകണം. ഇവളുടെ കയ്യിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ട ഒരുപാട് യുവാക്കൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ആ യുവാക്കളൊക്കെ ഒരു പക്ഷേ തങ്ങൾക്ക് വളരെ വൈകിയാണെങ്കിലും നീതി ലഭിച്ചല്ലോ എന്ന് ഒരു പക്ഷേ ചിന്തിക്കുന്നുമുണ്ടാകാം. എന്തായാലും ഈ വാർത്തയൊന്ന് കേട്ടോ. ശക്തമായ സ്വാഗതം. നിങ്ങൾ അറിഞ്ഞോടെ, സത്യം പറഞ്ഞ ഷിംജിത മുസ്തഫ നരഭോജി ശവന്തീനി ഇപ്പൊ ജയിലിൽ കിടന്ന് പിന്നെ രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് വിളിയൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. സത്യമൊന്നും അറിയത്തില്ല. ഓക്കെ, ഇപ്പൊ ഞെട്ടിക്കുന്ന ഒരു സംഭവം, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചൊരു സംഭവം, അത് സത്യമായി വരുന്നു എന്നൊരു ഡൗട്ട്. അതായത് ഈ പറയുന്ന ഷിംജിത നമ്മുടെ ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ, അതായത് ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കിയോ എന്നുള്ളതാണ് ലക്ഷ്യങ്ങൾ. എന്തിനാണ് ദീപക് മരിക്കുന്നതിന് മുമ്പ് 46,000 രൂപ എടുത്തു വച്ചത് എന്നതിൽ നിന്നാണ് എന്തെങ്കിലും രൂപത്തിൽ ദീപക് ഭീഷണി നേരിട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചത്. ഷിംജിത ഈ ദീപകിനോട് പൈസ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. വലുതായിട്ട് ഞെട്ടണ്ട. ഇനി അവിടെ ചോദിച്ചിട്ടുണ്ടാവോ, ഇതിൽ എന്തെങ്കിലും ഒരു കരം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിൽ നിന്ന് മറ്റൊരു കേസ് പറയാം. ഇന്നലെ ഈ പറയുന്ന ഷിംജിതയുടെ കൂടെ നിന്ന ഒരു കൂട്ടുകാരി അവിടെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞു, ഇത് അവൾ അടുത്ത് നിൽക്കുന്നത് കൂട്ടുകാരിയാണ് എവിടത്തെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അത് സഹയാത്രികയാണ്. അത് അവിടെ കൂടി അതിനകത്ത് എന്താണ് ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ. ദീപക് മരിച്ച് 6 ദിവസം ഇവൾക്ക് കിട്ടിയപ്പോൾ തന്നെ തെളിവ് നശിപ്പിക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ അവൾക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. ആ പെൺകുട്ടിയുടെ മുഖം കൃത്യമായിട്ട് അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. അപ്പം അവളെ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കുരുക്കും കൂടി ഷിംജിതയുടെ തലയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, ഷിംജിത പുറത്തിറങ്ങാൻ ജാമ്യം കിട്ടുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇവൾ കൊടുത്ത പരാതി, അതായത് അവരെന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവൾ ലൈംഗിക ചുവയോടുകൂടി താല്പര്യത്തോടു കൂടി എന്നെ സ്പർശിച്ചു എന്നുള്ള വാദം തെളിയിക്കാനുള്ള ഒരു തെളിവ് പോലും ഈ വീഡിയോക്കകത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞതായിട്ടാണ് അറിവ്. നമുക്ക് ആദ്യം ഈ ഒരു വാർത്തയിലേക്ക് പോകാം. അതിനുശേഷം എന്റെ സംശയങ്ങളും ഇത് എത്രത്തോളം സത്യമാകാൻ ചാൻസ് ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. ലൈംഗികാരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ്. ബസ്സിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന. ഷിംജിതയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയും വേഗത്തിലാക്കും. AK അഭിലാഷയുടെ കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ, ഇപ്പോൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയാണ്. എന്തായാലും ഷിംജിത പറഞ്ഞതിന് നിലവിൽ ഒരു തെളിവും പോലീസിന് മുന്നിലില്ല. ഷിംജിതയുടെ പരാതിയിൽ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഒരു തെളിവും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണോ ഫോൺ? തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു. ഷിംജിതയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇവളുടെ കെണിയിൽ അകപ്പെട്ടിട്ട് അഭിമാന ഭാരത്താൽ പണവും കൊടുത്ത് മിണ്ടാതിരിക്കുന്ന ആളുകൾ കൂടി രംഗത്ത് വന്നാൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നിപ്പോകുകയാണ്. കാരണം ഇതുപോലെയുള്ള കൊലയാളികൾ ഇനി ഇറങ്ങി നടക്കരുത്. നല്ല കഴപ്പുമൂത്ത സാധനമാണ് ഇവളെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരയ്ക്കുന്നതിന്റെ അനുഭൂതി അവൾ ഒരു സിനിമയിൽ എന്നതുപോലെ അനുഭവിക്കുന്നു, അതവൾ ചിത്രീകരിക്കുന്നു. ഇതൊക്കെ കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവര് കൂടി രംഗത്ത് വരണം. കാരണം ഇവൾ നിഗൂഢമായിട്ടുള്ള, ഇവൾക്ക് എന്തൊക്കെയോ ശ്രമങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവളുടെ പല വീഡിയോകളിലും മുല തന്നെ അവളുടെ വലിയ ഒരു ആയുധമായിരുന്നു എന്നാണ് ചില റീൽസുകളും വീഡിയോകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.
നേരത്തെ കന്യ ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു പരാതി ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്. കാരണം കോൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മുഖേനയോ ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്നാണ് അറിയേണ്ടത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് 11 മണിക്ക് ശേഷം കുന്നമംഗലം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുമെന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്നൊരു നിയമോപദേശം കൂടി ഇപ്പോൾ പ്രോസിക്യൂഷൻ ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയില്ല. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിൽ ജാമ്യം തടയാനുള്ള ശ്രമമായിരിക്കും ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാവുക എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ ആരോപണത്തെ വലിയ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത്. അപ്പൊ മക്കളുടെ സ്ഥിര പരിപാടിയാണല്ലേ ഇത്? ഇപ്പൊ ഷിംജിത മുസ്തഫയുടെ സ്ഥിര പരിപാടിയാണ്. അവിടെ അന്നൊരു റീലിട്ട് ഓർമ്മയുണ്ടോ? പണമാണ് എല്ലാത്തിനും വലുത്, പണം എന്ത് വായിക്കാൻ പറ്റും, ഏത് രീതിയിലും പണം സമ്പാദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റീല്. അത് നെഞ്ചിത്തട്ടിയാണ് നീ പറഞ്ഞത്. അപ്പോ ഇവൾ ഇതിനു മുമ്പേയും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്ത് പലരെയും ഭീഷണിപ്പെടുത്തി ഹണി ട്രാപ്പിൽ പെടുത്തി ക്യാഷ് വാങ്ങിയിട്ടുണ്ട്, ക്യാഷ് തട്ടിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവ് പോലീസുകാർക്ക് കിട്ടി എന്നുള്ള അറിവ് ഞെട്ടിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ സാധ്യതകൾ നമുക്ക് നോക്കാം. ഈ പറയുന്ന ഷിംജിത അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ? ഈ പറയുന്ന നമ്മുടെ ദീപകിനോട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസിൽ ഇവർക്ക് മുൻകാല പരിചയമുണ്ട്. ഇവർക്ക് ഇത് തന്നെയാണ് പരിപാടി. മനസ്സിലായോ? ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരെങ്കിലും ഈ പറയുന്ന ഹണി ട്രാപ്പ് ചെയ്തോ മറ്റോ ചെയ്തോ മറിച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയ ഒരു ചിന്തയാണ്. ഭർത്താവൊക്കെ കളഞ്ഞിട്ട് കയ്യിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനൊരു ചാൻസ് ഉണ്ട്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കേസ്, ഇവർ ആദ്യം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം അവർ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എന്തുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തു? അതിനുശേഷം പിന്നീടാണ് രണ്ടാമത് റീപോസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഈ പറയുന്ന ദീപക്കുമായിട്ട് ഒരു വിലപേശൽ നടന്നു എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആദ്യത്തെ പോസ്റ്റ് ചെയ്തു, ആദ്യം വിട്ട ബെസ്റ്റ് വീഡിയോ. ഈ സാധ്യതകളൊക്കെ നമ്മളും ഒരുപാട് പരിശോധിച്ചതാണ്. അതായത് ഈ യുവാവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ അക്കൗണ്ടിൽ നിന്നും 46,000 രൂപ എന്തിന് വിഡ്രോ ചെയ്ത് എടുത്തു കൊണ്ടുവച്ചു? ഇവൾ എന്തിനാണ് ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തത്? രണ്ടാമത് എഡിറ്റ് ചെയ്തതിൽ നന്നായി ഒരയ്ക്കുന്നത് അതിനകത്തുണ്ട്. ആ ഒരയ്ക്കുന്നതിലേറെ അവളുടെ ആ ഒരു ഫീലിങ്സ്, അവളുടെ ആ ഒരു അവൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ ചില ഒരു അനുഭൂതി, അത് അവൾ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി. അവൾക്ക് ആ പറ്റിയ പിഴവായിരിക്കണം ഒരു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു സംശയം പോലും ഉയരാൻ കാരണം. സഹോദരനും രംഗത്ത് വന്ന സ്ഥിതിക്ക് സ്വന്തം സഹോദരിയുടെ അമ്മിഞ്ഞ ഉരയ്ക്കുന്നത് എഡിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഏത് ഗതികെട്ടവനാണ് അവൻ? സഹോദരിക്ക് 2 മുലകളുണ്ട്, ശരിയെന്നാ ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന ആ ഗതികെട്ട പട്ടി ആരടാ? നമുക്കുമൊക്കെ ഉണ്ട് സഹോദരങ്ങള്. ഇങ്ങനത്തെ സഹോദരങ്ങളാണോ? ശരിയെന്നാ ശരി, എന്റെ സഹോദരിയുടെ അമ്മിഞ്ഞയിൽ ദീപക് കുരച്ചു എന്നത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന ഗതിയില്ലാത്തൊരു പട്ടി. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് അതോ പിറ്റേ ദിവസം അന്തമാണ് ഇവിടെ അടുത്ത വീഡിയോ ഇടുന്നത്. മനസ്സിലായോ? അടുത്ത വീഡിയോ ഇടുന്നത്. ഇനി ഇവിടെ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ പറയുന്ന ദീപക് അന്നേ ദിവസം 45,000 രൂപ വിഡ്രോ ചെയ്ത് കൊണ്ട് വെച്ചിരുന്നു എന്നുള്ളത് ഒരു സംശയാസ്പദമായ ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ എന്റെ വീഡിയോ പറഞ്ഞത് ചിലപ്പോൾ അവൻ മരണം മുന്നിൽ ഞാൻ മരിക്കാൻ പോകുന്നത് എന്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് വീട്ടുകാർ ദുഃഖിക്കണ്ടെങ്കിൽ പറഞ്ഞ ഓടണ്ട എന്ന് കരുതി കൊണ്ടുവച്ചതാണ് എന്നതാണ് എന്റെ അന്നത്തെ നിഗമനം. ഇനി ഈ പറയുന്ന ഷിംജിത കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ 45,000 കൊണ്ടുവച്ചത്? അതോ അപ്പൊ ഈ 45,000 തികയുന്ന ലക്ഷങ്ങൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ലക്ഷങ്ങൾ ഇവന്റെ അടുത്ത് ഈ പറയുന്ന എന്താണ് കൈക്കൂലിയായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് മറക്കാൻ അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചോ എന്നുള്ളത് വളരെ വളരെ എന്താണ് ബലപ്പെടുന്ന ഒരു സംശയമാണ്. ഇനി നമ്മൾ ചോദിക്കണമെങ്കിൽ എന്റെ മനസ്സിൽ പോകുന്നത് ഒരു ഫോൺ വഴി ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഫോൺ വഴി ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങൾ. ഇവളൊരു സൈക്കോളജിസ്റ്റ് ആണ്, ഇവള് വിളഞ്ഞ പുള്ളിയാണ്. അതുകൊണ്ട് ഒരു തെളിവും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി ഒരു പക്ഷേ ഫോണിൽ വിളിച്ചായിരിക്കില്ല ഈ പണവും വിലപേശലും ഭീഷണിപ്പെടുത്തലും ഒക്കെ നടന്നിട്ടുണ്ടാവുക. വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രൂഫാണ്. ആർക്ക്? ഈ പറയുന്ന ദീപകിന് ഒരു പ്രൂഫാണ്. ദീപകിന് ഇത് കാണിക്കാമല്ലോ, പുറത്ത് കാണിച്ചതിന് അപ്പൊ തന്നെ ഷിംജിത ഉള്ളേരാകുന്നത്. അപ്പൊ അതാ പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരിട്ടോ മറ്റാരെങ്കിലും കൊണ്ടോ ആയിരിക്കും ഇവൾ ഈ ഒരു സംഭവം ചോദിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം മുൻകാല പിന്നീട് ഇതുപോലെ പറ്റിച്ച് ഹണി ട്രാപ്പിൽ പെടുത്തി പൈസ പറ്റിച്ച പതിവ് ഇവരുടെ ഹിസ്റ്ററിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായി? അതായത് ഇതിലില്ലെങ്കിൽ കൂടിയും മുമ്പ് ഇവരുടെ ബാക്കിൽ ഹണി ട്രാപ്പിൽ പോയി പെൺകുട്ടി ഒറ്റയ്ക്കല്ല, ബാക്കിൽ പുരുഷന്മാരെ മറ്റു പെൺകുട്ടികളൊക്കെ കാണും. അപ്പൊ ഇതൊരു ശൃംഖലയായിട്ട് നിന്നുകൊണ്ട് അവരെ നേരിട്ട് പോയി ചോദിച്ചതാണോ എന്നുള്ളത്. അതുവരെ തട്ടമിടാതെ വീഡിയോ ചെയ്തവൾക്ക്, അവളുടെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എവിടെയാണ് ഈ ബസ്സിനകത്ത് കയറിയപ്പോൾ ഇവൾക്കൊരു തട്ടം വന്നത്?
സത്യം ഇപ്പൊ ഇവള് ജയിക്കുന്നു. ജയിച്ചതിന് ശേഷം വെറും ഒറ്റ ഒരു മാസം കൊണ്ട് ഇവൾ ദുബായിലേക്ക് പോവുകയാണ്. ഓക്കെ, അതായത് ഒരു ജോലിയുമില്ല ദുബായിൽ, വെറുതെ നാട്ടുകാരോടും ഭർത്താവിനോടും കുടുംബക്കാരോടും പറയുകയാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ദുബായിലേക്ക് പോയിട്ട് അവിടെ പല ആണുങ്ങൾക്കൊപ്പം ഇവളുടെ കറക്കം. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണ് പറയുന്നത്. പല ആണുങ്ങൾക്കൊപ്പം ഇവൾ നിരന്തരമായി ബാറിലേക്ക് പോകുന്നുണ്ട്, ഡാൻസ് ബാറിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ പോയാൽ നാട്ടിൽ വോട്ട് പിടിക്കുന്നത് വലിയ ഔലിയായിട്ടാണ്. മറ്റേ കാഫും പർദ്ദയും ഒക്കെ ഇട്ടിട്ട് 5 വക്ത നിസ്കാരം ഭയങ്കരമായിട്ടാണ്. ഞാൻ മതമൊന്നും കൊണ്ടുവരുന്നതല്ല, ഈ ഒരു കോണ്ടാണ് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നാട്ടിൽ വലിയൊരു ഈമാൻദാരിയും വലിയൊരു ഔലിയ സ്ത്രീയുമാണ് ഈ സ്ത്രീ. നേരെ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ തട്ടമില്ല, പകുതി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവളുടെ വൃത്തികെട്ട ഒരു രീതിയിലാണ് ഇവൾ ജീവിക്കുന്നത്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഒരു പെണ്ണ് ഒരു കാരണവുമില്ലാതെ ദുബായിലേക്ക് പോകാനുള്ള കാരണം എന്ത്? നിങ്ങൾ പറയണം. മുംബൈ, നമ്മുടെ നാട്ടില്, അതായത് ഇന്ത്യ രാജ്യത്ത് മുംബൈയിലാണ് ഇത്തരത്തിലുള്ള ബാഡ് ഡ്രഗ് പരിപാടി, മറ്റേത്തെ പരിപാടി, പെണ്ണ് വിക്കൽ, അങ്ങനത്തെ കേസൊക്കെ ഉള്ളത് മുംബൈയിലാണ് കൂടുതലായിട്ടും. ഓക്കെ, നേരെ മറിച്ച് ഇന്റർനാഷണൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ദുബായാണ്. ഒരു പെണ്ണ് ഒരു പണിയും ഇല്ലാതെ ദുബായിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നല്ലവരായ സ്ത്രീകളുണ്ട്, അവരെ കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ. അതായത് ദുബായിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോയാൽ അവർ സ്വഹയാണ്, നല്ല പെൺകുട്ടികളുണ്ട്. അപ്പോ ഇവരുടെ സ്ഥിരം പണിയായിരുന്നു ഇത്. ഒരു പാവപ്പെട്ടവന്റെ ജീവൻ അങ്ങോട്ട് പോയപ്പോഴാണല്ലോ ഈ സത്യമൊക്കെ പുറം ലോകം അറിയുന്നത്. ഇവളിൽ നിന്നും ഇത്തരം ദുരനുഭവം നേരിട്ട് ഏതെങ്കിലും ഒരു യുവാവ് ഒന്ന് രംഗത്ത് വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുവാണ്. നന്ദി.